വിനീതമായ നമസ്കാരം. പല ആൾക്കാരും പറഞ്ഞ പോലെ ഈ യോഗം 4:30 മണി മുമ്പ് ആരംഭിച്ചതാണ്. എല്ലാവരും കുറച്ച് ക്ഷീണിച്ചു പോയിട്ടുണ്ടാവും. പല വീട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടു കഴിഞ്ഞു. 4:30 മണിക്ക് രാവുകാലം ആരംഭിച്ചു. അതുകൊണ്ടാണ് അത്ര നേരത്തെ ആരംഭിച്ചത്. നിങ്ങളെല്ലാവരും ശ്രദ്ധ വെച്ചിട്ടുണ്ടാവും. നമ്മളുടെ ഉദ്ഘാടന പ്രസംഗം 6 മണി കഴിഞ്ഞിട്ടായിരുന്നു. രാഹുകാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ രാഹുകാലം കഴിഞ്ഞു, രാഹുൽ കാലം വരുന്നു. അതാണ് നമ്മുടെ സന്ദേശം. എനിക്ക് 5 വർഷം മുമ്പിലത്തെ നല്ല ഓർമ്മയുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടുത്തി കാർത്തിക തിരുനാൾ ഹാളിലായിരുന്നു എല്ലാവരും കൂടിയത്. ആ കാലത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് നമ്മളൊപ്പം ഉണ്ട്. ആ ദിവസം ഉണ്ടായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല KPCC പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നു. ഇന്നും അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വന്ന ശ്രീ VM സുധീരൻ ഉണ്ടായിരുന്നു. ശ്രീ K മുരളീധരനാണ് 4:30 മണി മുതൽക്ക് പ്രസംഗിക്കാൻ ആരംഭിച്ചിട്ട് നമ്മളെല്ലാവർക്കും ഇത്ര കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ യോഗത്തെ ആരംഭിച്ചത്. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വർഗീയ അച്ഛൻ ശ്രീ ലീഡർ K കരുണാകരൻ നമ്മളൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടാണ് എനിക്ക് ഈ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങാൻ സാധിച്ചത്. ചിലവരെന്നെ ആക്ഷേപിച്ച ഒരു ഔട്ട്സൈഡറാണ്, വെളിയിൽ നിന്ന് വന്ന ആളാണ്, ഈ നാടിൻ്റെ മണ്ണിൽ ജനിച്ചതല്ല, വിദേശത്തിൽ താമസിച്ചിട്ടുണ്ട്, മലയാളം സംസാരിക്കില്ല, ശരിക്കും സംസാരിക്കില്ല, എന്തായാലും സ്യൂട്ടും ടൈയും ഇട്ട് എയർ കണ്ടീഷൻ മുറിയിൽ ഇരിക്കാൻ മാത്രമേ അറിയുള്ളൂ, എങ്ങനെ ഇദ്ദേഹം നമ്മുടെ സ്ഥാനാർത്ഥിയാവാന്ന് പറഞ്ഞു. നിങ്ങൾക്കിതിൻ്റെ സത്യം ഈ 5 വർഷത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളും ആശയങ്ങളും മനസ്സിലാക്കാനുള്ള മലയാളം എനിക്കുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് ശബ്ദം കൊടുക്കാൻ ഡൽഹിയിൽ ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കാനുള്ള ഭാഷയും എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ സാധിച്ചു. ഈ 5 വർഷത്തിൽ എല്ലാ 7 നിയോജക മണ്ഡലത്തിലും, എല്ലാ ഗ്രാമപഞ്ചായത്തിലും, എല്ലാ വാർഡിലും നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരം എൻ്റെ കർമ്മഭൂമിയായി മാറി വന്നിട്ടുണ്ടെന്ന് ഞാനിവിടെ സന്തോഷത്തോട് പറയുന്നു, അഭിമാനത്തോട് പറയുന്നു. ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ അടുത്ത രാവിലെ എൻ്റെ പ്രചരണം ആരംഭിച്ചത് അമ്പലത്തിൽ പോയ ശേഷം ശ്രീ A. ചാൾസ് മുൻ MP വീട്ടിലാണ്. അദ്ദേഹം നിങ്ങൾക്കറിയാം കോൺഗ്രസിൻ്റെ ഒറ്റ MP-യാണ് 3 തവണ ജയിച്ചിട്ട് നമ്മുടെ പ്രതിനിധിയായിട്ട് പാർലമെൻറ്റിലിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യവും അദ്ദേഹത്തിൻ്റെ വിജയവും നമ്മളുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവട്ടെ എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്കറിയാം, നമ്മളുടെ മുഖ്യമന്ത്രി നിങ്ങളോട് പറഞ്ഞ പോലെ ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വലിയ വൈറ്റൽ ഇലക്ഷനായിട്ട് നമുക്ക് കാണണം. ഈ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. ഈ തവണ ഒരു വലിയൊരു വെല്ലുവിളിയുള്ളത് ദേശീയ ലെവലിൽ, ദേശീയ മേഖലയിൽ നരേന്ദ്രമോദിയുടെ BJP-യാണ്. തെരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം. പക്ഷേ BJP-ൻ്റെ ഒപ്പം നമ്മളുടെ വെറും അഭിപ്രായ വ്യത്യാസമല്ല, മൂല്യങ്ങളുടെ വിശ്വാസമാണ്. കോൺഗ്രസ് പാർട്ടി സ്വതന്ത്ര സമരം സമയം മുതൽക്ക് ചില വിശ്വാസങ്ങളെ മുന്നോട്ട് വെച്ചിട്ടാണ് ഈ രാജ്യത്തിനെ ഭരിച്ചിരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയം ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഈ രാജ്യത്തിനെ ഭരിക്കുമ്പോഴും ഈ വിശ്വാസങ്ങൾ എന്താണ്? കോൺഗ്രസിൽ നമ്മൾ പറയുന്നത്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയ പോലെ ഗാന്ധിജിയും നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദും ഡോക്ടർ ജോൺ മത്തായും ഡോക്ടർ BR അംബേദ്കറും എല്ലാവരും പറഞ്ഞ് വിശ്വസിച്ച പോലെ ഈ രാജ്യം എല്ലാവരെയും രാജ്യമാണ്. നിങ്ങളുടെ ഭാഷ ഏതായാലും, നിങ്ങളുടെ മതം ഏതായാലും, നിങ്ങളുടെ ജാതി ഏതായാലും, നിങ്ങളുടെ നിറം ഏതായാലും, നിങ്ങളുടെ വേഷം ഏതായാലും, നിങ്ങളുടെ ഭക്ഷണം ഏതായാലും, നിങ്ങൾ ഇന്ത്യൻ ആണെങ്കിൽ അത് മതി. എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ഈ രാജ്യത്ത് താമസിക്കാനുള്ള അധികാരമുണ്ട്. അതല്ല നരേന്ദ്രമോദിയുടെയും BJP-യുടെയും വിശ്വാസം. അതിനെക്കുറിച്ചൊരു സംശയവും വേണ്ട. സംശയമുണ്ടെങ്കിൽ 2002 ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്തായിരുന്നു? എന്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ? ഇതുവരെ ഒരു ദുഃഖം പറയാൻ സാധിച്ചിട്ടുണ്ടോ? ഇത്ര ആയിരക്കണക്കിൻ്റെ ആൾക്കാരുടെ ജീവിതം നഷ്ടമായപ്പോൾ. ഇങ്ങനെയുള്ള ഒരു ഇന്ത്യയാണ് അദ്ദേഹം ഡൽഹിയിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോർ ഗുരുദേവൻ എപ്പോഴും ഐഡിയ ഓഫ് ഇന്ത്യയെക്കുറിച്ച് സംസാരിച്ചു. ഈ ഐഡിയ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ ഐഡിയ, നമ്മുടെ സ്വന്തം വിചാരം, കോൺഗ്രസ് പാർട്ടിയുടെ ഐഡിയ. അത് നമ്മൾ മതേതരത്വത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, സെക്യുലറിസം, കമ്മ്യൂണലിസം ഇതെല്ലാം വാക്കുകളാണ്. എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് മലയാളികൾക്ക് നല്ലപോലെ അറിയാം.
കേരളത്തിൽ ഓണസമയത്ത് എല്ലാ മതവും എല്ലാ ജാതിയും എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുമ്പോൾ നമ്മൾക്ക് ഐഡിയ ഓഫ് ഇന്ത്യ കേരളത്തിൽ എല്ലാം പോലെ നിന്നാൻ കാണാൻ സാധിക്കും. അതാണ് സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ കൊച്ചിയിൽ നമ്മളുടെ ഈ വർഷത്തിൻ്റെ പ്രചരണം ആരംഭിക്കുമ്പോൾ ചോദിച്ചത്, വാട്ട് കൈൻഡ് ഓഫ് ഇന്ത്യ ഡു വി വാണ്ട്? ഏത് വിധത്തിൻ്റെ ഭാരതമാണ് നമുക്ക് ആവശ്യമുള്ളത്? അങ്ങനെയാണ് നമ്മൾ ജനങ്ങളോട് ചോദിച്ചിട്ട് വോട്ട് നൽകാൻ പറയേണ്ടത്. മോദി നമ്മളുടെ VM സുധീരൻ ജി അതേപോലെ മനസ്സിലാക്കി തന്നു. ലോകം മുഴുവൻ സംസാരിച്ച് നടക്കുന്നു അദ്ദേഹത്തിൻ്റെ ഗുജറാത്ത് മോഡൽ. കോർപ്പറേറ്റ് ഹൗസസിന് എല്ലാ കൺസെഷനും കൊടുത്തിട്ട് ജനങ്ങൾക്ക് തങ്ങി സഹിക്കാനുള്ളത് ടാക്സ് ബ്രേക്സും ലോൺസും കൊടുത്തിട്ടാണ് ഗുജറാത്തിൻ്റെ വളർച്ച മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം തികയുന്നില്ല. ഇന്ത്യയിലത്തെ 2ാം സ്ഥാനമാണ് ചൈൽഡ് മാൽന്യൂട്രീഷനിൽ ഗുജറാത്തിൽ. നിങ്ങളെല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയും. ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുണ്ടോ, കുടിവെള്ളമുണ്ടോ, ഇലക്ട്രിസിറ്റി ഉണ്ടോ, വിദ്യാഭ്യാസമുണ്ടോ, മര്യാദയോടെ തലതാത്താണ്ട് ജീവിക്കാൻ സാധിക്കുമോ? ആ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയിലത്തെ 29 സംസ്ഥാനവും 9 യൂണിയൻ ടെറിട്ടറിയിലും 1ാം സ്ഥാനം ആരുടെയാണ്? കേരളത്തിൻ്റെയാണ്. ഗുജറാത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? 12ാം സ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മോദി ഗുജറാത്ത് മോഡൽ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഡോണ്ട് ഡു ടു അസ് വാട്ട് യു ഹവ് ഡൺ ടു ഗുജറാത്ത്. ഗുജറാത്തിൽ ചെയ്തത് നിങ്ങൾ ഇന്ത്യക്ക് ചെയ്യരുത്, അത് മാത്രമാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. പക്ഷേ നമ്മൾക്കറിയാം, ഇവിടെ നമ്മൾ പ്രതിപക്ഷമായി നിൽക്കുന്നത് ആരാ? ഇടതുപക്ഷയല്ല, ലെഫ്റ്റ്. അവരിപ്പോൾ തിരുവനന്തപുരത്തിൽ എന്താ കാണിക്കുന്നത്? അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ നേതാക്കളും സംസാരിച്ചു, ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല. അപ്പോൾ ഞാൻ ദീർഘമായി പറയുന്നില്ല. പക്ഷേ അവരുടെ ഐഡിയോളജിയും വിശ്വാസങ്ങളും മൂല്യങ്ങളും ഒക്കെ കളഞ്ഞിരിപ്പോൾ ജാതി മതത്തിൻ്റെ കളിയിലാണ് അവർ ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇവർ വർഗീയതയുടെ എതിര് നിൽക്കാൻ സാധിക്കുക? അവരെന്നെ BJPൻ്റെ കളി CPIM കളിക്കണ്ടല്ലോ, പിന്നെ എന്താ ബാക്കിയുള്ളത്? അവർ 19ാം നൂറ്റാണ്ടിലത്തെ ഒരു അന്ധവിശ്വാസം. എല്ലാവരും ഇവിടെ ഈ വേദി എന്ന് പറഞ്ഞ പോലെ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ ഒരു വിശ്വാസം. ഇപ്പോൾ ലോകത്തിൽ എവിടെയും ഒരു കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന രാജ്യമില്ല, എവിടെയും. ചൈന മാത്രം പേരിൽ പറയുന്നു കമ്മ്യൂണിസ്റ്റാണെന്ന്. പക്ഷേ അവരുടെ വിശ്വാസങ്ങളും അവരുടെ പെരുമാറ്റവും അവരുടെ ബിസിനസ് സെൻസ് എല്ലാം ക്യാപിറ്റൽ സിസ്റ്റമായിട്ടാണ് നടത്തുന്നത്. അവസാനത്തിൽ ഇന്ത്യ മാത്രമുണ്ടായിരുന്നു, കേരള, ബംഗാൾ, ത്രിപുര. അതിലും നമ്മളുടെ KPCC പ്രസിഡന്റ് ഓർമ്മപ്പെടുത്തിയ പോലെ കേരളത്തിൽ അവർ തോറ്റു, ബംഗാളിൽ അവർ തോറ്റു. ഇനി ത്രിപുര ചെറിയൊരു സംസ്ഥാനം, പത്തനംതിട്ടയുടെ സൈസിൻ്റെ ത്രിപുരയിൽ മാത്രമാണ് ലെഫ്റ്റിൻ്റെ വിശ്വാസം ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ട് അവരെ സീരിയസ് ആയി എടുത്തിട്ട് കാര്യമില്ല. പാർലമെൻറ്റിൽ ലെഫ്റ്റിന് ഒരു ശക്തിയും ഉണ്ടാവില്ല എന്നൊരു സംശയം വേണ്ട. 4-5 സീറ്റ് 10 സീറ്റ് കിട്ടിയാൽ കൂടി അതോടെ അവർക്ക് ഒരു ഇൻഫ്ലുവൻസും ഒരു സ്വാധീനവും നമ്മളുടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ ലെഫ്റ്റിനൊരു വോട്ട് കൊടുക്കുന്നത് വെറും BJPക്ക് ഒരു വോട്ട് കൊടുക്കുന്ന പോലെയാണ്. എന്താ കാരണം? ഒരു ലെഫ്റ്റ് MP ഡൽഹിയിലെത്തിയാൽ അദ്ദേഹത്തിന് ഒരൊറ്റ റോളേ ഉള്ളൂ, കോൺഗ്രസിൻ്റെയും BJPൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിനെ കുറച്ചും കൂടി വലുതാക്കാൻ. നമ്മൾ അഥവാ 2ാം സ്ഥാനത്ത് ഈ പോൾ പറഞ്ഞ പോലെ 2ാം സ്ഥാനത്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ 1ാം സ്ഥാനത്തിലാണെങ്കിൽ നമ്മളുടെ എണ്ണത്തിനെ ചുരുക്കാൻ. അതൊരു അർത്ഥമില്ലാത്തൊരു വോട്ടാണ്. നമ്മൾ ഇന്ത്യയുടെ 21ാം നൂറ്റാണ്ടത്തെ ഭാവിയെക്കുറിച്ച് കാണുമ്പോൾ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും UPA MPമാരുടെ എണ്ണം നല്ലപോലെ നമ്മൾ ശക്തിയായി ഡൽഹിക്ക് അയച്ചാൽ മാത്രമേ നമ്മൾക്ക് ഒരു ഇന്ത്യയുടെ ഐഡിയ വിശ്വസിക്കുന്ന ഒരു ഭരണം, ഒരു സർക്കാർ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, ലെഫ്റ്റ് പറയുന്നു അവർ പാവപ്പെട്ടവർക്കാണ്. പക്ഷെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിന് തടുത്ത് നിൽക്കാനാണ് ലെഫ്റ്റ് നിൽക്കുന്നത്. BJP പറയുന്നു ഇന്ത്യ മിന്നണു, ഇന്ത്യ ഷൈനിങ്. പക്ഷെ ആർക്ക് വേണ്ടിയാണ് മിന്നണ്? ആ ചോദ്യം അവർ ചോദിക്കുന്നില്ല. അവരുടെ ചില ക്രോണി ക്യാപിറ്റലിസ്റ്റ് ഫ്രണ്ട്സിന് വേണ്ടി മാത്രമാണ് അവരുടെ ഭരണത്തിൽ ഇന്ത്യ മുന്നിൽ നിൽക്കുന്നത്. UPA മാത്രമേ ഉള്ളൂ നമ്മളുടെ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന ഒരു വികസനം ചെയ്തിരിക്കുന്നത്. വളർച്ച വേണം, പക്ഷെ വളർച്ചയുടെ ഗുണം സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് UPA സർക്കാർ മഹാത്മാഗാന്ധിയുടെ പേരിൽ തൊഴിലുറപ്പ് പദ്ധതി ഇറക്കിയത്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അതുകൊണ്ടാണ് ഭക്ഷണം സുരക്ഷമായിട്ട് ഫുഡ് സെക്യൂരിറ്റി ആക്ട്. പാവപ്പെട്ടവർക്ക് ഇപ്പോൾ അവകാശമായിട്ട് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ലാൻഡ് സെക്യൂരിറ്റി, ലാൻഡ് അക്വിസിഷൻ ആക്ട്. പിന്നെ
നമ്മളുടെ ഭരണത്തിനെക്കുറിച്ച് എല്ലാവർക്കും അവകാശം കൊടുത്തിട്ട് എങ്ങനെയാണ് സർക്കാർ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇതെല്ലാം ചെയ്ത UPA സർക്കാർ ഭാരതത്തിൻ്റെ മുഖം 10 വർഷത്തിനകത്ത് മാറ്റിയിട്ടുണ്ട്. ഈ 2.25 വർഷത്തിൽ കേരളത്തിലെ UDF സർക്കാരും അതേപോലെ ചെയ്തിട്ടുണ്ട്. UDF സർക്കാർ ഇപ്പോൾ എനിക്കൊരു ഭാഗ്യമുണ്ടായിട്ട് അവരൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചത് എൻ്റെ ആദ്യത്തെ 2 വർഷത്തെ അനുഭവം ഒരു കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഡൽഹി ഇരിക്കുമ്പോൾ കേരളത്തിന് ഡൽഹിയുടെ എന്ത് ധനം സഹായം പദ്ധതി കൊണ്ടുവന്നോ അതിനെ ഉപയോഗിക്കാനും ചെലവാക്കാനും കഴിവില്ലാത്തൊരു സർക്കാരായിരുന്നു ഇവിടെ. ഇപ്പോൾ കേന്ദ്രത്തിനൊപ്പം നല്ലപോലെ സഹകരിക്കുന്ന ഒരു സർക്കാരുണ്ട്. പല പദ്ധതികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അത് ഉദാഹരണങ്ങൾ കേട്ടു കഴിഞ്ഞു. ഞാനും അഭിമാനത്തോടെ പറയുന്നു, ഈ 5 വർഷത്തിൽ ഞാനായിരുന്നു ഇന്ത്യയിലത്തെ ആദ്യത്തെ MP ഒരു ആനുവൽ റിപ്പോർട്ട് ഇറക്കാൻ. അതെൻ്റെ വാഗ്ദാനമായിരുന്നു. എല്ലാ വർഷവും ഞാൻ റിപ്പോർട്ട് ഇറക്കി ജനങ്ങൾ പറയും ഞാൻ നിങ്ങളുടെ പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട് MP ആയിട്ട്. ആ റിപ്പോർട്ട് ഞാൻ വെബ്സൈറ്റിലിട്ടു, പത്രസമ്മേളനം വിളിച്ചിട്ട് പത്രക്കാർക്ക് കൊടുത്തു, നമ്മളുടെ നേതാക്കളുടെ കയ്യിൽ എത്തിച്ചു. ഇപ്പോൾ 5 വർഷത്തിൻ്റെ അവസാനത്തിൽ ഞാനൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇതിൻ്റെ കോപ്പികൾ എൻ്റെ ഓഫീസിലുണ്ടാവും. ഇനിയും കോപ്പികൾ നിങ്ങൾ എല്ലാവരും കയ്യിൽ എത്തിക്കാൻ സാധിക്കും. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കഴിഞ്ഞ തവണ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് കൊടുത്തിട്ട് എന്ത് ഗുണം കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതാ ഉത്തരം. 40 പേജിൽ കൊള്ളാൻ സാധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. MP ഫണ്ടിൻ്റെ എല്ലാ പൈസ ചെലവാക്കിയതിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട് ഇതിൽ. അങ്ങനെയുള്ള വികസന പ്രവർത്തനമാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. ഈ നേരം നോക്കിയിട്ട് ഞാൻ പല ഉദാഹരണങ്ങൾ തരുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അടുത്തല്ലേ എൻ്റെ പ്രവർത്തനം കണ്ടിരിക്കണം, നിങ്ങൾക്കെല്ലാം അറിയണം. നാഷണൽ ഹൈവേ ബൈപ്പാസ് കല്ലിട്ട ശേഷം 43 വർഷമായിരുന്നിട്ട് ഇപ്പോൾ എല്ലാ തടസ്സങ്ങളെ മാറ്റിയിട്ട് ആ ബൈപ്പാസ് യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം തുറമുഖം 25 വർഷമായി നമ്മൾ കേൾക്കുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടെ നമ്മൾ ശിവകുമാർജി പറഞ്ഞ പോലെ ഞാനും ഡൽഹി പ്രവർത്തിച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒപ്പം നമ്മളെ പരിസ്ഥിതി ക്ലിയറൻസും കോസ്റ്റൽ റെഗുലേഷൻസും ക്ലിയറൻസും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഓരോരോ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ആരോഗ്യ സഹായം 179 കോടി മൾട്ടി സ്പെഷ്യാലിറ്റി ആസ്പത്രിക്ക്. തിരുവനന്തപുരത്ത് മുമ്പ് ചികിത്സിക്കാൻ സാധിക്കാത്ത രോഗങ്ങളാണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നത്. റീജിയണൽ ക്യാൻസർ സെൻ്ററിന് 120 കോടി, ആയുർവേദ സെൻ്ററിന് 10 കോടി, ഓരോരോ പദവികളുടെ സഹായങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ നാഷണൽ ഹൈവേ ബൈപ്പാസ് അദ്ദേഹം ആദ്യത്തെ ഭാഗത്തിൻ്റെയാണ് പറഞ്ഞത് 570 കോടിയെന്ന്. ആ കഴക്കൂട്ടം മുതൽ കാരോട് വരെ 4 പേര് കെട്ടുമ്പോഴേക്കും 1170 കോടിയാണ് സർക്കാർ ചെലവാക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതെല്ലാ വികസനം നമ്മളുടെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ മുഖം മാറ്റുമെന്ന് നിങ്ങൾ ഒരു സംശയവും വേണ്ട. ലെഫ്റ്റിൻ്റെ വിചാരമാണ് വികസനം ചെയ്യാൻ വെറും മുദ്രാവാക്യങ്ങൾ നിലവിളിക്കുക, പാതിയിലിറങ്ങുക, സമരം നടത്തുക, ഹർത്താൽ ചെയ്യുക. അതൊക്കെ പണ്ട് കാലത്തെ ഒരു രാഷ്ട്രീയമാണ്. ഇപ്പോൾ അതല്ല രാഷ്ട്രീയം. അങ്ങനെയല്ല വികസനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ബൈപ്പാസിൻ്റെ വിഷയം ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവം പറയണം. ഞാൻ 150 മീറ്റിംഗ്, ഫോൺ കോൾ, ഫയൽ എവിടെ നിരയില്, ഉദ്യോഗസ്ഥന്മാരെ വിളിക്കല്, കളക്ടറെ വിളിക്കല്, തഹസിൽദാരെ വിളിക്കല്, സർവേയർമാരെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് സർവേ സമയത്ത് ചെയ്യിപ്പിക്കല്, ഗവൺമെൻറ് പ്രിൻറ്റിംഗ് പ്രസ്സിയും കൂടി വിളിച്ചിട്ട് ഈ പ്രിൻറ്റിംഗ് സമയത്ത് ഇറക്കണം, പ്രോഗ്രാം ലാപ്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്തിട്ടാണ് അവസാനത്തിൽ പലതവണ ലാപ്സായി പോയ ഈ പദ്ധതി ഈ തവണ യാഥാർത്ഥ്യമായത്. അങ്ങനെയാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടത്. മന്ത്രിമാരെ കാണണം, ഉദ്യോഗസ്ഥന്മാരെ കാണണം, സസ്റ്റെയിൻഡ് ഫോളോ അപ്പ്. ആ ഫോളോ അപ്പാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ടാണ് UDFും UPA വികസനം ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യത്തോട് പറയുന്നത് ഞങ്ങൾ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാൻ തയ്യാറാണ്. എനിക്കറിയാം ചില വേദിയിൽ എൻ്റെ ഹൈമാസ്റ്റ് ലൈറ്റിനെ കുറിച്ച് എനിക്കൊരു പരിഹാസം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്? കുറേ വിളക്ക് കൊണ്ടുവന്നു, തെരൂർ വിളക്കാണെന്നാണ് ചിലവർ പറയുന്നത്. ഞാൻ അഭിമാനോട് പറയുന്നു, അതെ, ഞാനാണ് കേരളത്തിൻ്റെ ആദ്യത്തെ MP ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് കൊണ്ടുവരാൻ 3.5 വർഷം മുമ്പ് കരമന ജംഗ്ഷനിൽ. പക്ഷെ അത് എന്തിനാണ് ഞാൻ കൊണ്ടുവന്നത്? ഇരുട്ടത്ത് നടക്കുന്ന സ്ത്രീകളോട് ചോദിക്കൂ, വെളിച്ചമുണ്ടെങ്കിൽ, പ്രകാശമുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സുരക്ഷയില്ലേ? കുട്ടികൾ രാത്രി നേരത്ത് പാത ക്രോസ് ചെയ്യുമ്പോൾ ആ ഇരുട്ടത്ത് അവരെ കണ്ടില്ല എന്ന് വല്ല ഡ്രൈവറിന് പറയാൻ സാധിക്കുമോ? അതിനാണ് രാത്രി പ്രകാശം വേണമെന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികളെയും കുറിച്ച് ആലോചിച്ച് ഹൈമാസ്റ്റ് ലൈറ്റ് കൊണ്ടുവന്ന ശേഷം ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാവരും ആവശ്യപ്പെട്ടു. ഞാൻ തന്നെ എൻ്റെ MP ലൈറ്റ് ഫണ്ടിൽ നിന്ന് 67 ഹൈമാസ്റ്റ് ലൈറ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് ഇറക്കിയിട്ടുണ്ട്. വേറെ കൗൺസിലർമാരും അവരുടെ
ബഡ്ജറ്റിലും കോർപ്പറേഷൻ്റെ വഴിക്കും ഹൈമാസ്റ്റായിട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഒന്ന് കൊണ്ടുവന്ന ശേഷം ഇപ്പോൾ 100-നെക്കാൾ കൂടുതൽ നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഹൈമാസ്റ്റായിട്ട് കാണാൻ സാധിക്കും. അത് അവർ പരിഹാസിച്ചോട്ടെ, അതിൻ്റെ ഗുണം ആ പ്രകാശം കാണുന്നവരൊക്കെ അറിയുള്ളൂ. പിന്നെ കനകകുന്നിൽ പാലസിൽ നമ്മൾക്ക് ഇന്ത്യയുടെ എല്ലാം വെച്ച് ഉയരമുള്ള പതാക പറക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തലസ്ഥാനത്ത് അന്യ സംസ്ഥാനത്തിനും അന്യ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നവർ കനകകുന്ന് പാലസിൽ കയറിയിട്ട് പതാകയുടെ പടമെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പുതിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷനായി വന്നു. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളും ചെയ്യണം. ഒരു MP ക്ക് വലിയ പദ്ധതിയും കോടിക്കണക്കിന് കാര്യങ്ങൾ മാത്രമല്ല, ഹൈമാസ്റ്റ് ലൈറ്റ്, പതാക, ചെറിയ പെൺകുട്ടികൾക്ക് സ്കൂൾ ടോയ്ലറ്റ്, അംഗൻവാടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഗ്രന്ഥശാല, ഇതെല്ലാം ഞാൻ അഭിമാനത്തോട് ചെയ്തിട്ടുണ്ട്. എനിക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കും, എൻ്റെ MP ഫണ്ട് 475 ചെറിയ പ്രോജക്റ്റിൽ എല്ലാ 7 നിയോജകമണ്ഡലത്തും ജനപ്രതിനിധികളോടൊപ്പം ബന്ധപ്പെട്ടിട്ടാണ് ചിലവാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഗുണം എല്ലാവർക്കും കാണാൻ സാധിച്ചു. ചിലവർക്ക് നമ്മൾക്ക് ആകെ പങ്കു കഴിഞ്ഞാൽ 1/2 കോടിയാണ്. 25% പട്ടികജാതി പ്രോജക്ട്സ് റിസർവ്ഡ് ആണ്. അപ്പോൾ 1/2 കോടി കൊടുക്കാൻ സാധിക്കുള്ളൂ. UDF സർക്കാർ വന്ന ശേഷം ഒരു MLA-ന് അതിൻ്റെ 12 ഇരട്ടിയുണ്ട്. ഒരു MLA-ന് 6 കോടിയാണ് ചിലവാക്കാനുള്ളത്. പക്ഷേ എൻ്റെ 1/2 കോടി എല്ലാവരും കയ്യിലും എത്തിയിട്ടില്ലെങ്കിൽ ഇനിയും 5 വർഷം തരൂ, നിങ്ങളുടെ കയ്യിലും എത്തും. അതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഒരു കാര്യം ശ്രീ VM സുധീരൻ സൂചിപ്പിച്ചത്, എൻ്റെ വികസന പ്രവർത്തനത്തിന് ഉത്തരം പറയാൻ സാധിക്കാത്ത കാരണം അവരെന്നെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കിപ്പോൾ ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്ട് വന്ന ശേഷം അത് തുറന്നു പറയാൻ സാധിക്കില്ല. അപ്പോൾ ഓരോരു വീട്ടിൽ കയറിയിട്ട് അവരെന്നെക്കുറിച്ച് നുണ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോട്, നമ്മൾക്കിതിന് ഉത്തരം കൊടുക്കണം. ഞാൻ ഒരു ദുഃഖം സംഭവിച്ചു. ആ ദുഃഖം ഇവിടെ ഇരിക്കുന്ന പലവരും, ഇവിടെ ഇരിക്കാത്ത പലവരും വന്ന് പങ്കെടുത്തിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് തന്ന ആശ്വാസത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ സ്നേഹം എനിക്ക് നല്ല ശക്തി തന്നിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് കാണിച്ച സ്നേഹവും വിശ്വാസത്തിൻ്റെ കാര്യമാണ് എനിക്കിവിടെ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഉള്ള സന്തോഷവും ധൈര്യവും ആത്മവിശ്വാസം കിട്ടിയത്. പക്ഷേ അതിന് എൻ്റെ ദുഃഖത്തിന് പങ്കെടുക്കാൻ സാധിക്കാത്ത മര്യാദയില്ലാത്തവർ ഇപ്പോൾ അതിനെ അവരുടെ മനുഷ്യത്വമില്ലാത്ത ഒരു രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത് മോശമാണ്. നമ്മൾ അതിനെതിരെ നിൽക്കണം. നമ്മൾ മര്യാദയോടെ നമ്മൾ തന്നെ മുന്നോട്ട് പോയിട്ട് പറയണം, ഇങ്ങനെയല്ല നിങ്ങൾ ഇലക്ഷൻ ജയിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഭാഗത്ത് വെക്കണം. കഴിഞ്ഞ തവണ ഞാൻ